ബഹുജനം പലവിധം. നമുക്ക് ചുറ്റും ധാരാളം ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അവയിൽ ചിലരുടെ ഒരു പ്രത്യേകത, അവർ സദാ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തിനെ? ഒന്ന്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. അവരെന്നോട് ഇങ്ങനെയാണ്, ഇവരെന്നോട് അങ്ങനെയാണ്, ഞാൻ എത്രയൊക്കെ ചെയ്തു കൊടുക്കുന്നു, പക്ഷേ എന്നോട് യാതൊരു നന്ദിയും കാണിക്കുന്നില്ല, തിരിച്ചൊന്നും എനിക്ക് വേണ്ടി ചെയ്യുന്നില്ല. പിന്നെ കുറേ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തും, പിന്നെ കുറേ അങ്ങനെ ചുറ്റുമുള്ള ഓരോ കാര്യത്തെയും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവർക്ക് ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഇങ്ങനെ സദാ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആളുകളോട്, ശരി, അവർ സദാ ടെൻഷനാണ്, ഇവിടെ മൂക്കുമുട്ട ടെൻഷനാണ്, സദാ പ്രശ്നങ്ങളാണ്, അവർക്ക് കരയാനേ സമയമുണ്ടാവുള്ളൂ, വിഷമിക്കാനേ സമയമുള്ളൂ, എപ്പോഴും പരാതികൾ പരാതികൾ പരാതികൾ. അപ്പോൾ അവരോടുള്ള സഹതാപം കൊണ്ട് നമ്മൾ അവരോട് പറയുകയാണെന്ന് വെച്ചോ, നിങ്ങളൊരു കാര്യം ചെയ്യാവൂ, എന്തായാലും ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുകയല്ലേ, നമുക്ക് ഒരു ദിവസമെങ്കിലും മരിക്കുന്നതിന് മുമ്പ് സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കാം. അപ്പോൾ അവർ പറയും, ഒരിക്കലും നടക്കത്തില്ല, എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഉണ്ടാവില്ല, ഉണ്ടാകാൻ പലരും അനുവദിക്കത്തില്ല. ആ തരത്തിലും അവർ പറയും, ശരി, നമുക്ക് നോക്കാം, എന്തായാലും ഒരു പരിശ്രമം, ഒരു ചിലവുമില്ലാത്ത ഒരു കാര്യമാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾ മനസ്സിൽ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാമോ? ആ ചിന്ത ഒരു ദിവസം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസമെങ്കിലും നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ നോക്കൂ. നമുക്ക് വേറെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല, യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒരു ദിവസം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് ഈ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം എന്നെങ്ങാനും നമ്മൾ അവരോട് പറഞ്ഞാൽ ഉടനെ അവർ പറയും, എങ്ങനെ നടക്കും? നിങ്ങൾ ഈ പറയുന്നത് ഒന്നുമല്ല എൻ്റെ ജീവിതം, നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒന്നും മനസ്സിലായിട്ടില്ല, ഞാൻ അനുഭവിക്കുന്നത് എനിക്കേ അറിയുകയുള്ളൂ. അല്ലെങ്കിൽ ആ തരത്തിൽ നമ്മൾ അവർക്ക് ഒരു ചെലവുമില്ലാത്ത, ഒരു കഷ്ടപ്പാടുമില്ലാത്ത ഒരു പരിഹാരം അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ഏറ്റവും വലിയ കുറ്റവാളിയായി പോയി എന്നുള്ള തരത്തിൽ അവർ നമ്മളോട് പ്രതികരിക്കുന്നത് കാണാം. ഒരു കാലത്തും എൻ്റെ പ്രശ്നം തീരില്ല എന്നവർ അവർക്ക് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വെച്ചിരിക്കുകയാണ്. ധാരാളം പേർ അങ്ങനെയുണ്ട്. രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചാലും രക്ഷപ്പെടാൻ തയ്യാറാകാത്തവർ. അവർക്ക് വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സാഹചര്യം വരികയാണ്. ആ സാഹചര്യം, അതായത് നമുക്ക് അസ്വസ്ഥത നൽകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് തരത്തിലുള്ള ശക്തികൾ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥത നൽകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ രണ്ട് തരത്തിലുള്ള ശക്തികൾ നമുക്ക് ആവശ്യമാണ്. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മളതൊന്ന് വിഷ്വലൈസ് ചെയ്യണം. അതായത് നമ്മുടെ അകക്കണ്ണുകൊണ്ട് നമ്മളതൊന്ന് കാണണം. നമ്മളൊരു റോഡിൽ കൂടി യാത്ര ചെയ്യുന്നു, ഒരു പാതയിലൂടെ നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുന്നിൽ, അപ്പം നമുക്ക് എവിടെ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാതയിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. അങ്ങനെ പോകുന്ന നമ്മുടെ മുന്നിൽ പെട്ടെന്ന് ഒരു പാറക്കല്ല് വന്ന് വീണു. ആ വഴിയെ മറച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ ഒരു പാറക്കല്ല് വന്ന് വീണു. അപ്പോൾ അതേപോലെ നമ്മുടെ ജീവിതമാകുന്ന റോഡിലൂടെ, പാതയിലൂടെ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അവിടെ നമുക്ക് മുന്നിൽ വന്ന് വീഴുന്ന ഒരു പാറക്കല്ല് പോലെയാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വിപരീത സാഹചര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥത നൽകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ, അതായത് നമ്മുടെ പാതയിൽ നമുക്കിനി മുന്നോട്ട് പോകാൻ വഴിയില്ല. ആ വഴിയിൽ ഈ പ്രശ്നമാകുന്ന പാറക്കല്ല് വന്ന് ആ വഴിയെ മറച്ചു കിടക്കുകയാണ്. ഒന്നുകിൽ നമുക്ക് പോകണമെങ്കിൽ ഈ പാറക്കല്ല് അവിടെ നിന്ന് മാറണം, അല്ലെങ്കിൽ ഈ പാറക്കല്ലിനെ മറികടന്ന് നമുക്ക് പോകണം, അല്ലാതെ ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, രണ്ട് തരത്തിലുള്ള ശക്തികൾ നമുക്ക് ആവശ്യമാണ്. ഒന്ന്, അഭിമുഖീകരിക്കാനുള്ള ശക്തി, പവർ ടു ഫേസ്. നമ്മുടെ മുന്നിൽ ആ സാഹചര്യം വന്നു, അതിനെ
ഒന്ന് കാണണം. അതിൻ്റെ മുന്നിൽ, നമ്മുടെ മുന്നിൽ അത് കിടക്കാണ്. നമ്മൾ അവിടെ നിന്ന് ആ സാഹചര്യത്തെ കാണുന്നു. ആ ഒരു ശക്തി, അത് കണ്ടുകൊണ്ട് നിൽക്കാനൊരു ശക്തി നമുക്ക് ആവശ്യമാണ്. അത് കണ്ടുകൊണ്ട് നിന്നിട്ട് വേണമല്ലോ പിന്നെ മറികടന്ന് പോകാൻ. രണ്ടാമത് നമുക്ക് വേണ്ട ശക്തി എന്ന് പറഞ്ഞാൽ മറികടക്കാനുള്ള ശക്തി. ആ പാറക്കല്ലിനെ മറികടന്ന് അതിജീവിച്ച് നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാനുള്ള ശക്തി. അങ്ങനെ രണ്ട് ശക്തി നമുക്ക് വേണം. ഒന്ന് അഭിമുഖീകരിക്കാനുള്ള ശക്തി, രണ്ട് അതിജീവിക്കാനുള്ള ശക്തി. രണ്ട് ശക്തികൾ നമുക്ക് ആവശ്യമാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ ഏത് വിപരീത സാഹചര്യം വന്നാലും ഈ രണ്ട് തരത്തിലുള്ള ശക്തി ഏതൊരു മനുഷ്യനും ആവശ്യമാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാം, അഭിമുഖീകരിക്കാനുള്ള ശക്തി. അപ്പോൾ നമ്മുടെ മുന്നിൽ പെട്ടെന്നൊരു പാറക്കല്ല് കാണുമ്പോൾ, ഈ വഴിയിൽ കൂടി നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പെട്ടെന്നൊരു പാറക്കല്ല് കാണുമ്പോൾ ദുർബലമായിട്ടുള്ള മനസ്സുള്ളവരെന്ത് ചെയ്യും? അയ്യോ പാറക്കല്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബോധം കെട്ട് വീഴും. തളർന്ന് അവിടെ ഇരുന്ന് പോവും, അല്ലെങ്കിൽ ബോധം കെട്ട് വീഴും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ പാറക്കല്ലിനെ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ. എൻ്റെ വഴിയിൽ, എൻ്റെ ജീവിതത്തിൻ്റെ പാതയിൽ ഒരു പാറക്കല്ല് വന്ന് വീണു, ഇനി എനിക്ക് ഒരടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അപ്സെറ്റായി. ചിലരങ്ങനെയുണ്ട്. ചിലരെന്ത് ചെയ്യും? അവിടെ വെച്ച് ജീവിതം അങ്ങ് അവസാനിപ്പിക്കും. അങ്ങനെയുണ്ട്. അപ്പോൾ ദുർബലമായിട്ടുള്ള മനസ്സുള്ളവർ അപ്സെറ്റാകും. പക്ഷേ കുറച്ച് ശക്തിയുള്ള മനസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പാറക്കല്ല് കണ്ടു, ശരി പാറക്കല്ല്, എൻ്റെ പാതയിൽ ഒരു പാറക്കല്ല് വന്ന് വീണിട്ടുണ്ട്, ഇനി ആ പാറക്കല്ലിനെ എങ്ങനെ മറികടക്കാം? അപ്പോൾ പാറക്കല്ല് വന്ന് വീണിട്ടുണ്ട് എന്ന സത്യത്തെ, പരമസത്യത്തെ ആർക്കാണോ അംഗീകരിക്കാൻ കഴിയുന്നത്, അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അവർക്ക് അഭിമുഖീകരിക്കാനുള്ള ശക്തി ഉണ്ട് എന്നർത്ഥം. അപ്പോൾ മനുഷ്യരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം ചിലപ്പോൾ ഈ സിനിമയിലൊക്കെ പാട്ടും പാടി ജീവിക്കുന്നത് പോലെ അങ്ങ് പാട്ടും പാടി ജീവിക്കാം എന്നുള്ളതാണ്. പക്ഷെ ജീവിതത്തിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കിയവർ, ജീവിതത്തിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്നും വസന്തകാലമാവില്ല. ഒരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ എന്നും വസന്തകാലമാവില്ല. കാലാവസ്ഥ മാറി മാറി വരും. ചിലപ്പോൾ വസന്തം, ചിലപ്പോൾ വേനൽ, ചിലപ്പോൾ തണുപ്പ് കാലം, ചിലപ്പോൾ മഴക്കാലം. പല കാലാവസ്ഥകൾ, ഋതുഭേദങ്ങൾ നിറഞ്ഞതാണ് ജീവിതം എന്ന് പറയുന്നത്. ഈ സത്യത്തെ തിരിച്ചറിയാത്തവർക്കാണ് അപ്സെറ്റാകാൻ ചാൻസ് കിട്ടുന്നത്. പക്ഷേ ജീവിതത്തിൻ്റെ ഈ സത്യത്തെ മനസ്സിലാക്കിയവർക്ക് അഭിമുഖീകരിക്കാനുള്ള ശക്തി ഉണ്ടാവും. ശരിയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര നാളും കൊണ്ട് ഇങ്ങനെ വരികയായിരുന്നു, വസന്തകാലമായിരുന്നു, പക്ഷേ ഇപ്പോൾ പെട്ടെന്നൊരു മഴക്കാലം വരുന്നു. പെട്ടെന്ന് വേനൽ മഴ എന്നൊക്കെ പറയില്ലേ, പെട്ടെന്ന് മഴ ചിലപ്പോൾ വന്നു എന്ന് വരും. മഞ്ഞുകാലത്താണെങ്കിലും മഴ വരും. ചിലപ്പോൾ കടുത്ത വേനലിലും ചിലപ്പോൾ മഴ പെയ്യുന്നത് കാണാം. അപ്പോൾ അത് ജീവിതത്തിൻ്റെ ആ സത്യത്തെ അറിയുന്നവർ, ഋതുഭേദങ്ങൾ ഉണ്ട് ജീവിതത്തിൽ എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കിയവർക്ക് അപ്സെറ്റ് ആകേണ്ടി വരില്ല. മറിച്ച് അവർ ആ സാഹചര്യത്തെ അംഗീകരിച്ചു. ശരി, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു. അതാണ് അഭിമുഖീകരിക്കാനുള്ള ശക്തി എന്ന് പറഞ്ഞാൽ. അതായത് വന്ന ആ പ്രശ്നത്തെ അംഗീകരിച്ചു എന്ന് വെച്ചാൽ പ്രശ്നം ശരിയാണോ തെറ്റാണോ അങ്ങനെയൊന്നുമല്ല പറയണത്. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു, അത് അംഗീകരിക്കുക എന്ന ആ ഒരു അവസ്ഥയാണ് അഭിമുഖീകരിക്കാനുള്ള ശക്തിയെ ഉണർത്താനുള്ള ഒരു വഴി. നമ്മൾ അംഗീകരിച്ചു. അപ്പോൾ അംഗീകരിച്ചു, അതായത് എനിക്ക് ആ പാറക്കല്ലിനെ നോക്കി നിൽക്കാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ വന്ന ആ പ്രശ്നത്തെ എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് വേണമല്ലോ അതിൻ്റെ പരിഹാരം തീരുമാനിക്കാൻ. പക്ഷെ കണ്ട ഉടനെ ബോധം കെട്ട് വീണുപോയാൽ പിന്നെ ഇങ്ങനെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ട ശക്തി, നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യം വന്നാലും, ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് അഭിമുഖീകരിക്കാനുള്ള ശക്തിയാണ്.
അത് കണ്ടുകൊണ്ട് നിന്നാലേ പിന്നെ അതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് അടുത്ത ആശയങ്ങളെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഫസ്റ്റ് അഭിമുഖീകരിക്കാനുള്ള ശക്തിയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ അതിനെ അഭിമുഖീകരിച്ചു. അതായത് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു, കാലാവസ്ഥ ഒന്ന് മാറി, ഓക്കെ. ഇനി അടുത്തതാണ് അതിജീവിക്കൽ എന്ന് പറയുന്നത്. ആ അതിജീവിക്കലിന് പല പല കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യേണ്ടി വരും, എങ്ങനെ അതിനെ അതിജീവിക്കണം എന്നുള്ളതിന്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ അഭിമുഖീകരിക്കുക എന്നുള്ളൊരു കടമ്പയാണ് കിടക്കേണ്ടത്. അപ്പോൾ ദുർബലമായിട്ടുള്ളൊരു മനസ്സുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പ്രശ്നം വന്നു എന്ന് അവർക്ക് അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അവർ ആഗ്രഹിക്കുന്നത് എന്താ, എന്നും എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലാതെ പോകണം എന്നുള്ളതാണ്. പക്ഷെ അതിനെ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് മറ്റൊരു സത്യം. അപ്പോൾ ഈ അഭിമുഖീകരിക്കുക എന്നുള്ള ഒരു ശക്തിയെ നമ്മുടെ ഉള്ളിൽ ഉണർത്തിയെടുക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ആശയം. ഈ ആശയങ്ങളുടെ പ്രത്യേകത നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഏതൊരാശയത്തിനും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. ആ ആശയത്തെ നമ്മൾ അതിനനുസരിച്ച് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഒരു 10 വ്യക്തികളുടെ മുന്നിൽ ഒരേ ആശയം കൊടുക്കുന്നു എന്ന് വെച്ചു. 10 പേരും അതിനെ 10 തരത്തിലായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ആരാണോ വേണ്ട രീതിയിൽ ആ ആശയത്തെ ഉപയോഗിക്കുന്നത്, കൈകാര്യം ചെയ്യുന്നത്, തീർച്ചയായിട്ടും ആ ആശയം കൊണ്ട് അവർക്ക് ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം ഇവിടെ നമ്മുടെ അഭിമുഖീകരിക്കാനുള്ള ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന്, അതായത് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നം വന്നാലും അപ്സെറ്റ് ആകാതിരിക്കുന്നതിന് നമുക്ക് ഒരാശയത്തെ സ്വീകരിക്കാം. ആ ആശയം ഇതാണ്. ഈ ആശയത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ സംശയരഹിതമായി 2 കൈ നീട്ടി പൂർണ്ണ മനസ്സോടെ ഈ ആശയത്തെ സ്വീകരിക്കുക. ഒരാശയത്തെ സ്വീകരിക്കുന്നതിന് നമുക്ക് യാതൊരു നഷ്ടവുമില്ല. യഥാർത്ഥത്തിൽ നമുക്കതിന് ജാതി മാറണ്ട, മതം മാറണ്ട, രാഷ്ട്രീയം മാറ്റണ്ട, നാട് വിട്ടു പോകണ്ട, കുടുംബം ഉപേക്ഷിക്കേണ്ട, ഉത്തരവാദിത്തങ്ങൾ കളയേണ്ട, ശാരീരികമായിട്ട് യാതൊരു കഷ്ടനഷ്ടങ്ങളുമില്ല, ഒരു 4 അണ ചെലവുമില്ല, ശരീരം കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മറിച്ച് ആ ആശയത്തെ നമ്മൾ ഒരു പരീക്ഷണാർത്ഥമെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിക്കുക. എന്നിട്ട് പലതവണ അതിനെക്കുറിച്ച് ചിന്തിക്കുക. നമുക്കെല്ലാവർക്കും ചിന്തിക്കാനുള്ള ശക്തിയുണ്ട്. പലതവണ ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് സംവദിക്കുക. ഞാൻ എന്നോട് തന്നെ സംവദിക്കുകയാണ്, ഈ ആശയത്തെ എനിക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. നമ്മളോട് തന്നെ സംവദിക്കുമ്പോൾ പലതവണ നമ്മൾ ചെയ്യണം. അതായത് ആ ആശയത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകണം, വിടാതെ പിടികൂടണം. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ആശയം നമുക്ക് മറുപടി പറയാൻ തുടങ്ങും, നമ്മളോട് മറുപടി പറയാൻ തുടങ്ങും. ആ ആശയം തന്നെ നമ്മൾക്ക് മറുപടി തരും. വേറൊരാളോട് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ഈ അനുഭവം ഉണ്ടാകും. ആ ആശയം തന്നെ നമ്മളോട് പറയും, നീ ഒരു കാര്യം ചെയ്യുക, എന്നെ ഇങ്ങനെ ഉപയോഗിക്കുക. റിയാലിറ്റിയാണ്, നമ്മൾ ചെയ്തു നോക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ, അതായത് അപ്സെറ്റ് ആകാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന ഒരേ ഒരു ആശയം, നമ്മളിപ്പോൾ അതേ പറയുന്നുള്ളൂ. ആ ആശയം ഇതാണ്: സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ്. ഒരേ ഒരു കാര്യം, ഒരേ ഒരു വാചകം, സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ്. അപ്പോൾ ഈ ആശയത്തെ നമ്മൾ സ്വീകരിക്കുകയാണ്. അതായത് സംഭവിക്കുന്നതെല്ലാം നല്ല, ഒരു പ്രശ്നം വന്നിട്ടല്ല യഥാർത്ഥത്തിൽ നമ്മളിത് ആശയം സ്വീകരിക്കേണ്ടത്. മറിച്ച് നമ്മൾ സമാധാനമുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ, അതായത് പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾക്കറിയാമല്ലോ, ഏതൊരു കാര്യവും നമുക്ക് പഠിക്കണമെങ്കിൽ ഏകാഗ്രതയോടെ പഠിക്കുന്നതിന് ഒരു സ്വസ്ഥമായിട്ടുള്ളൊരു മാനസികാവസ്ഥയുള്ളതാണ് നല്ലത്. ഒത്തിരി ടെൻഷനുള്ള ഒരു മാനസികാവസ്ഥയിൽ ഇരുന്നാൽ നമുക്ക് ഏകാഗ്രത കിട്ടുകയില്ല. അപ്പോൾ ഒരു പ്രശ്നം വന്നിട്ട് ഈ ആശയത്തെ സ്വീകരിക്കാൻ ഇരിക്കരുത്, മറിച്ച്
പ്രശ്നങ്ങൾ വരുന്നതിനു മുമ്പേ തന്നെ ഈ ആശയത്തെ നമ്മൾ സ്വീകരിച്ച് നമ്മുടെ ഉള്ളിൽ അഭിമുഖീകരിക്കാനുള്ള ശക്തിയെ ഉണർത്തി വെക്കണം. ഉണർത്തി വെച്ച് ഇരിക്കുക. അങ്ങനെ ഉണർത്തി വെച്ചിരിക്കുമ്പോൾ അങ്ങനെയുള്ള നമ്മുടെ മുന്നിലേക്ക് ഒരു പ്രശ്നം വന്നാൽ പെട്ടെന്ന് ഈ ശക്തി എടുത്ത് നമുക്ക് അങ്ങ് ഉപയോഗിക്കാം. ഇപ്പം നമുക്കൊരു 10,000 രൂപയുടെ ചിലവ് അടുത്ത മാസം വരും. നമ്മൾ ഈ മാസമേ 10,000 രൂപ എടുത്ത് സമ്പാദിച്ച് വെച്ചാൽ ആ സാഹചര്യം വരുമ്പോൾ അന്നേരം പിന്നെ മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടാൻ പോകേണ്ട ആവശ്യം വരില്ല, ടെൻഷൻ ആവേണ്ട ആവശ്യം വരില്ല. നേരത്തെ തന്നെ കരുതി വെക്കുക. അതാണല്ലോ വിവേകം എന്ന് പറയുന്നത്. അല്ല, വിവേകമില്ലാത്തവരെന്ത് ചെയ്യും? സാഹചര്യം വന്നിട്ട് അയലത്ത് തോറും ചിലപ്പോൾ ഓടി നടക്കും. എന്നെ ഒന്ന് സഹായിക്കാമോ, എന്നെ കുറച്ച് പൈസ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഓടി നടക്കും. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ ശക്തിയെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. അഭിമുഖീകരിക്കാനുള്ള ശക്തിയെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. കാരണം എപ്പോഴാണ് ഈ സാഹചര്യം വരുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇപ്പം ദാ നല്ല വേനലാണ്, നല്ല വേനലാണ്. പക്ഷേ എപ്പോഴാണ് മഴ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല വെയിൽ ഉള്ളപ്പോൾ തന്നെ നല്ല മഴ പെയ്യുന്നതും കാണാം. അപ്പം നമുക്ക് മഴ പെയ്യുമോ, ഇപ്പോഴൊന്നും മഴ പെയ്യില്ലായിരിക്കും എന്ന് വിചാരിച്ച് കുട വാങ്ങാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് മഴ പെയ്യുന്നു, നമുക്ക് പുറത്ത് അത്യാവശ്യമായിട്ട് പോകണം താനും, കുടയില്ലാതെ എന്ത് ചെയ്യും? അപ്പം ആ സമയത്ത് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വിവേകമുള്ളവനാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ കരുതി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ് എന്ന ആശയത്തെ നമ്മൾ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ദിവസവും പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം ദിവസവും രാവിലെ നേരത്തെ വെച്ചാൽ നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുന്ന ആ സമയത്ത് മറ്റ് ജോലികളിലേക്ക് ഏർപ്പെട്ടു പോകാതെ നമ്മളൊരു 10 മിനിറ്റെങ്കിലും ശാന്തമായിട്ടൊരു സ്ഥാനത്തിരുന്നു കൊണ്ട് നമ്മൾ ഈ ആശയത്തെക്കുറിച്ച് മാത്രം ഒന്ന് ചിന്തിക്കുക. നമ്മളൊരു ഭാഗത്ത് സ്വസ്ഥമായിട്ട് പോയിരിക്കുക, കയ്യും കാലും മുഖമൊക്കെ കഴിയുന്നു ഫ്രഷായിട്ട് ഒരു ഭാഗത്ത് പോയിരിക്കുക. നമ്മൾ എന്നിട്ട് ഈ ഒരൊറ്റ ആശയത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. വേണമെങ്കിൽ ഒരു ബുക്കും പേനയും കൂടെ എടുത്ത് വെച്ചു. കാരണം ഇത് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും പല ആശയങ്ങളും ഉയർന്നു വരും. അപ്പം നമുക്ക് അന്നേരം തന്നെ അതങ്ങ് എഴുതി വയ്ക്കാം. കാരണം നമ്മുടെ ഉള്ളിൽ നിന്നും ഉണർന്നു വരുന്ന ആശയമാകുമ്പോൾ അതിനെ ഫോളോ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ മനസ്സിൽ തെളിഞ്ഞു വന്നു എന്ന് വരാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് ഈ ആശയത്തെ കുറച്ചുകൂടൊന്ന് നമുക്ക് ബലപ്പെടുത്താൻ സാധിക്കും. അപ്പം അങ്ങനെ നമ്മളൊരു ഭാഗത്ത് പോയിരുന്നിട്ട് സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ് എന്ന ഒരു ചിന്തയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. ആ ചിന്ത തന്നെ മനസ്സിൽ ആവർത്തിക്കുക. അങ്ങനെ പലതവണ ആവർത്തിക്കുമ്പോൾ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആത്മാർത്ഥമായിട്ടാണ് ആ ചിന്തയെ, ആ ആശയത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ആശയം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ ആ ആശയത്തെ ഉപയോഗിക്കാൻ തക്ക സാഹചര്യം നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരാൻ തുടങ്ങും. അതായത് നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ എപ്പോഴൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ആ അനുഭവം ഉണ്ടായ സമയത്ത്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 15 വയസ്സുള്ള സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ ആ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ അന്ന് ഒത്തിരി വിഷമിച്ചിട്ടുണ്ടാകും, ഒത്തിരി കരഞ്ഞിട്ടുണ്ടാകും, ഒത്തിരി വേദനിച്ചിട്ടുണ്ടാകും. പക്ഷെ അന്ന് നമ്മൾ വിചാരിച്ചിരുന്നു എന്തൊരു കഷ്ടമാണ് എൻ്റെ കാര്യം എന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ അന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ പിന്നീട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അന്ന് ആ സംഭവം നടന്നത് എത്ര നല്ലതിനായിരുന്നു എന്ന് നമുക്ക് ഇപ്പോൾ ഇത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ആദരണീയനായ നമ്മുടെ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാംജി ഒരു പൈലറ്റാകാൻ പോയ പാർട്ടിയാണ്. പക്ഷെ അന്നത് അദ്ദേഹത്തിന് അതിൽ പാസ്സാകാൻ സാധിച്ചില്ല. അത് പാസ്സാകാൻ സാധിക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ സംഭവിച്ചത് അന്ന് അദ്ദേഹം പൈലറ്റ് ആയിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ശാസ്ത്രജ്ഞനുണ്ടാകുമോ? ഇത്രയും ശ്രേഷ്ഠനായ ഒരു പ്രസിഡന്റ് ഭാരതത്തിനുണ്ടാകുമോ?
ഇതുപോലെ ഓരോ മഹാന്മാരുടെ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള സാധാരണക്കാരുടെ, എന്തിനാ നമ്മുടെ ജീവിതത്തിൽ വരെ ഇത്തരം ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടാകും. ഒന്ന് പിന്നോട്ടൊന്ന് പോയി നോക്കൂ. വെറുതെ പഴയ കാര്യങ്ങൾ ഓർത്ത് സമയം കളയാനല്ല, ആരെയും കുറ്റപ്പെടുത്താനോ പഴിച്ചാരാനോ ഒന്നുമല്ല. ഒറ്റ ഉദ്ദേശത്തിലേക്ക്, നമ്മുടെ പാസ്റ്റിലേക്ക് നമ്മളൊന്ന് പോകുക. എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴോ, അതായത് ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഈ നിമിഷം വരെ എൻ്റെ കഴിഞ്ഞ കാലത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സംഭവം അന്ന് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതന്ന് നടന്നത് എത്ര നന്നായിരുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന അനേക അനുഭവങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകും. പക്ഷേ നമ്മൾ ആ തരത്തിലല്ല ബഹുഭൂരിപക്ഷം പേരും തങ്ങളുടെ ഭൂതകാലത്തെ ഓർമ്മിക്കുന്നത്. ബഹുഭൂരിപക്ഷം പേരും തങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ ഓർമ്മിക്കുന്നത് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ വേദനിക്കാനാണ്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്താനാണ്. 1947 അവരെന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവിതത്തിൽ അത് മറക്കത്തില്ല, മരിച്ചാലും മറക്കത്തില്ല. ചിലരങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കാറുണ്ട്, വെറുതെ ജീവിതം കളഞ്ഞിട്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടല്ല, മറ്റാരെയും കുറ്റപ്പെടുത്താനല്ല, നമ്മളെയും കുറ്റപ്പെടുത്താനല്ല, മറിച്ച് ഈ ആശയത്തെ ഒന്ന് പ്രയോഗിക്കാൻ വേണ്ടി മാത്രം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നമ്മൾ പോയി നോക്കിയാൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. അതേപോലെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും അങ്ങനെ പല ഉദാഹരണങ്ങളും കാണാൻ പറ്റും. അങ്ങനെ ഉദാഹരണ സഹിതം ഈ ആശയത്തെ നമ്മൾ സ്വീകരിക്കുക. ഒരാശയത്തെ, ജ്ഞാനത്തിൻ്റെ ഒരു പോയിന്റിനെ നമ്മൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ കാണാതെ പഠിച്ചിട്ടല്ല. നമ്മൾ കാണാതെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, മറിച്ച് ജ്ഞാനത്തെ നമ്മൾ എപ്പോഴും സ്വീകരിക്കേണ്ടത് ഒരു അനുഭവമായിട്ടാണ്. അതായത് ഇപ്പോൾ ഇതേപോലെ നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഭവത്തിൻ്റെ ആധാരത്തിൽ നമ്മൾ ഈ ആശയത്തെ ഓർമ്മിച്ചാൽ ഈ ആശയം ഒരിക്കലും നമ്മൾ മറക്കത്തില്ല. കാരണം കണ്ടതും മറക്കും, കേട്ടതും മറക്കും, പക്ഷെ അനുഭവിച്ചത് നമ്മൾ ഒരിക്കലും മറക്കുകയില്ല. അപ്പം അതുകൊണ്ട് ഈ ആശയം സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ്. സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വെച്ച് ആ ആശയത്തെ നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചെടുക്കുക. ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി ഇപ്പോൾ രാവിലെ മാത്രമല്ല, നമ്മൾ പകലും ഇങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ അധികം ബുദ്ധിയുടെ ഏകാഗ്രതയൊന്നും ആവശ്യമില്ലാത്ത സമയത്തൊക്കെ നമുക്കിങ്ങനെ ഒന്ന് ചിന്തിക്കാം. ഇപ്പോൾ നമ്മൾ പല്ല് തേക്കുമ്പം ചിന്തിക്കാം, കുളിക്കുമ്പം ചിന്തിക്കാം, ഭക്ഷണം കഴിക്കുമ്പം ചിന്തിക്കാം, ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ ചിന്തിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വൃത്തിയാക്കുമ്പം ചിന്തിക്കാം, അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ചിന്തിക്കാം. അപ്പോഴൊക്കെ നമുക്കിത് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇങ്ങനെ ചിന്തിച്ചാൽ മറ്റൊരു ഗുണം കൂടിയുണ്ട്. അതായത് നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, ഇപ്പം നമ്മളൊരു ആശയത്തെ എടുത്തു, സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ്. ഈ ആശയത്തെ വെച്ച് നമ്മുടെ പാസ്റ്റ് ലൈഫിലേക്ക് പോയി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് പോയി നമ്മൾ ഇതിങ്ങനെ ചിന്തിക്കുമ്പോൾ അത് ഏറ്റവും വലിയൊരു ഗുണം, അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകത്തില്ല. നമ്മുടെ ചുറ്റും ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിലെല്ലാറ്റിലും ഒന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ നമുക്ക് വേറെ പണിയൊന്നുമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും? എല്ലാ കാര്യത്തിലും പോയി തലയിടും. എന്നിട്ടോ എല്ലായിടത്തുനിന്നും ആവശ്യത്തിന് സ്ട്രെസ്സും വാങ്ങിച്ചിട്ട് വരും. എന്തിനാ വെറുതെ? അവനവന് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുമ്പോൾ നമ്മളെന്തിനാ ഈ വല്ലവരുടെയും കാര്യത്തിൽ പോയി ഇടപെടാൻ പോണത്? ഇനി നമ്മളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ നമ്മളോട് പറയുമല്ലോ. നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ അതിന് മറുപടി കൊടുക്കാം. വെറുതെ ഓരോരുത്തരുടെ കാര്യത്തിലും പോയിട്ട് നമ്മളിങ്ങനെ ഏറ്റുപിടിക്കാൻ പോകേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ നമുക്ക് പണിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോണത്. പക്ഷെ ഇവിടെ നമുക്കൊരു വലിയ ജോലി കിട്ടി. നമ്മുടെ പാസ്റ്റ് ലൈഫിലേക്ക് പോയി സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ്. അതിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടെത്തുക. മഹാന്മാരുടെയൊക്കെ ജീവിതം എടുത്തു നോക്കൂ. അവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടുമല്ലോ, ജീവിത കഥകൾ വായിക്കാൻ കിട്ടും. എടുത്ത് വായിച്ചു നോക്കൂ. ഓരോരുത്തരുടെ ജീവിതത്തിലും സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്നുള്ള മഹാവാക്യം എത്ര കൃത്യമായിട്ട് നമ്മൾ പ്രായോഗിക തലത്തിൽ കണ്ടു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ് എന്ന ഒരു പാഠത്തെ, പാഠത്തെ
നന്നായിട്ടങ്ങ് പഠിക്കുകയാണ്. പല പല ഉദാഹരണങ്ങൾ വെച്ച് നമ്മളങ്ങ് പഠിക്കുകയാണ്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഗുണം, എന്ത് പ്രശ്നം വന്നാലും ആകാശം ഇടിഞ്ഞ് നമ്മുടെ തലയിൽ വന്ന് വീണാലും നമ്മൾ കൂളായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നിട്ട് പറയും, ഇതിലും എന്തോ നന്മയുണ്ട്. അപ്പം നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം ഞെട്ടി നിൽക്കുകയാണ്. നമ്മുടെ തലയിൽ ആകാശം വീണു. അവരെല്ലാം ഞെട്ടിയിരിക്കുകയാണ്. ഇനി എന്താ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ കൂളായിട്ടിരിക്കണത്. ഇതിലും എന്തോ നന്മയുണ്ട്, നോക്കാം. ഇതാണ് ജ്ഞാനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പം ജ്ഞാനത്തെ വെറുതെ കാണാതെ പഠിച്ച് വെക്കുകയല്ല ചെയ്തത്, മറിച്ച് ജീവിതത്തിൻ്റെ, പച്ചയായ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഉദാഹരണങ്ങളായി എടുത്തുകൊണ്ട് ഈ ജ്ഞാനത്തെ നമ്മൾ പ്രായോഗിക തലത്തിൽ എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചു. അതുകൊണ്ട് തന്നെ എന്ത് വലിയ പാറ നമ്മുടെ മുന്നിൽ വന്ന് വീണാലും നമ്മൾ ഒരിക്കലും അപ്സെറ്റ് ആവില്ല. കൂളായിട്ട് ചിരിച്ചു കൊണ്ട് നിന്നിട്ട് നമ്മൾ പറയും, ഇതിലെന്തോ നന്മയുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ, അതായത് എൻ്റെ മുന്നിൽ ഒരു പ്രശ്നം വന്നു, പക്ഷേ വന്നത് വെറുതെ അല്ല, ഇതിലെന്തോ നന്മയും കൊണ്ടാണ് വന്നത്. എനിക്കൊരു ഗിഫ്റ്റും കൊണ്ടാണ് ഈ സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വന്നത്. ഈ ഒരു പാഠമുണ്ടല്ലോ, ഇത് നമ്മളെ ഒരു വിദ്യാലയങ്ങളിലും ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ ആലോചിക്കുക, ആവശ്യമില്ലാത്ത ഇഷ്ടം പോലെ പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തമാശയിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കാണുന്നില്ലേ, സൈനും കോസും ടാനും ഒന്നും എവിടെയാണെന്ന് അറിയത്തില്ല, ഇപ്പോഴും തീറ്റ മാത്രം കൂടെയുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിലും പഠിച്ചു, മലയാളത്തിലും പഠിച്ചു, സയൻസിലും കണക്കിലും സോഷ്യലിലും എല്ലാറ്റിലും നമുക്ക് പ്രായോഗിക ജീവിതത്തിന് ഒരു ആവശ്യവുമില്ലാത്ത ധാരാളം കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ എത്ര വർഷങ്ങൾ വേസ്റ്റായി. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ പഠിച്ചിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യമുണ്ടായാലും അതിൻ്റെ പിന്നിൽ എന്തോ നന്മയുണ്ടെന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇന്ന് ലോകത്തിൽ നോക്കൂ, ഇഷ്ടം പോലെ ആൾക്കാർക്ക് ധനമുണ്ട്, പദവികളുണ്ട്, പേരുണ്ട്, പ്രശസ്തി, സ്ഥാനം, മാനം, ഇതെല്ലാം ഉണ്ട്. പക്ഷെ സമാധാനമുള്ളവർ എത്ര പേരുണ്ട്? എല്ലാവരും ജോലി തേടാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഏതൊരു പൊസിഷനിൽ നമ്മൾ എത്തിച്ചേർന്നാലും, എത്ര രൂപ, ലക്ഷക്കണക്കിന് രൂപ മാസം ശമ്പളം നമ്മൾ വാങ്ങിച്ചാലും, ഇനി എന്തെല്ലാം ഫെസിലിറ്റീസ് നമുക്ക് ഭൗതിക ലോകത്തിൽ അനുഭവിക്കാനുണ്ട് എങ്കിൽ പോലും മനസ്സമാധാനമില്ലെങ്കിൽ എന്ത് കഥ, എന്ത് ജീവിതം? നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം 3 നേരം നമുക്ക് ഭക്ഷണം കഴിക്കാം, പോട്ടെ 5 നേരം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് വെച്ചു. 5 നേരം കഴിക്കാൻ നമ്മുടെ പക്കലുണ്ട്. ഇന്നത്തെ ദിവസം നമുക്കൊരു 5 ജോഡി ഡ്രസ്സ് ഇടണമെന്ന് വെച്ചു. ശരി, 5 ജോഡി ഡ്രസ്സ് ഇടാൻ നമുക്കുണ്ട്. 5 ജോഡി ചെരുപ്പുണ്ടെന്ന് വെച്ചു, അതുമുണ്ട് നമുക്ക്. പക്ഷേ സമാധാനമുണ്ടോ? സംതൃപ്തിയുണ്ടോ? സന്തോഷമുണ്ടോ? നമ്മുടെ ബന്ധങ്ങളിൽ എത്രത്തോളം സ്നേഹമുണ്ട്, ആത്മാർത്ഥതയുണ്ട്? കാര്യം കാണാൻ വേണ്ടി അല്ലാതെ ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കാൻ എത്ര പേര് ഈ ലോകത്തിലുണ്ട്? കുടുംബത്തിൽ തന്നെ നോക്കൂ, എത്ര പേരുണ്ട്? അപ്പോൾ ഇതാണ് ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യം. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളത് നമ്മളെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നില്ല. ജീവിതത്തിന് ആവശ്യമില്ലാത്തത് വെറുതെ പഠിച്ച് വർഷങ്ങൾ കളയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് സയൻസ് ആൻഡ് ടെക്നോളജി ഇത്രയും വളർന്ന് വികസിച്ച് നമുക്ക് ഭൗതിക സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്നിട്ടും നമുക്ക് സംതൃപ്തിയില്ല, സന്തോഷമില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു പാഠം, ഒരു ചെലവുമില്ലാത്ത പാഠം, നന്നായിട്ടൊന്ന് പഠിക്കുക. സംഭവിക്കുന്നതെല്ലാം നല്ലതിന് തന്നെയാണ്. ഇനി എൻ്റെ ബാക്കി കൂടുതൽ കാര്യങ്ങളുണ്ട്, ഇതിനി വിസ്താരമുണ്ട്. ഫസ്റ്റ് ഒരു പോയിന്റ് ഇതാണ്, സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ പല പല ചോദ്യങ്ങൾ ഉയർന്നു വരും. ശരിയാണ്, ബാക്കി ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കി കിടപ്പുണ്ട്. ഇതൊരു തുള്ളി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ.
കാരണം ഒരു വീഡിയോയിൽ നമുക്ക് പറയുന്നതിനൊരു പരിമിതി ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരു വീഡിയോയിൽ നമുക്ക് ഒതുക്കാവുന്ന ചെറിയൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് ആരും തന്നെ ആരെയും കുറ്റപ്പെടുത്തി സമയം കളയണ്ട, സ്വന്തം ജീവിതത്തെ കുറ്റപ്പെടുത്തി സമയം കളയണ്ട, ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്തി സമയം കളയണ്ട, ആരെയും കുറ്റപ്പെടുത്തേണ്ട, ആരെക്കുറിച്ചും പരാതി പറയണ്ട. നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പരാതി ഉണ്ടോ? നമ്മുടെ ചിന്തകൾ കൊണ്ടതിനെ മാറ്റിയെടുക്കാം. നമ്മുടെ ശുഭചിന്തകൾ കൊണ്ടതിനെ മാറ്റിയെടുക്കാം. പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നമുക്ക് ഏത് സാഹചര്യത്തെയും മാറ്റിയെടുക്കാം. എത്ര ക്രൂരമായി നമ്മളോട് പെരുമാറുന്ന വ്യക്തികളെയും നമുക്ക് പോസിറ്റീവ് ചിന്തകളിൽ കൂടി മാറ്റിയെടുക്കാം. പക്ഷെ അതിനു മുമ്പ് ആദ്യം നമ്മുടെ മനസ്സിൽ അപ്സെറ്റ് ആകുന്ന സ്വഭാവത്തെ നമ്മൾ നിർത്തുക. അതിനുവേണ്ടി ആദ്യത്തെ പാഠമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യം വേണ്ട ശക്തി, അഭിമുഖീകരിക്കാനുള്ള ശക്തി. രണ്ടാമത്തെ ശക്തിയാണ് അതിജീവിക്കാനുള്ള ശക്തി. അതിജീവിക്കാനുള്ള ശക്തിയിൽ പല പല സ്റ്റെപ്സ് ഉണ്ട്. പക്ഷെ അഭിമുഖീകരിക്കാനുള്ള ശക്തിയിലും പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരാശയമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സംഭവിക്കുന്നതെല്ലാം നല്ലതിന് തന്നെയാണ്. നമ്മുടെ സ്വന്തം ജീവിതത്തിൻ്റെ ഉദാഹരണങ്ങൾ വെച്ചും അനേകരുടെ ജീവിതത്തിൻ്റെ ഉദാഹരണങ്ങൾ വെച്ചും മഹാത്മാക്കളുടെ ജീവിതത്തിൻ്റെ ഉദാഹരണങ്ങൾ വെച്ചും ഈ ആശയത്തെ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഉള്ളിൽ ഒന്ന് ലയിപ്പിച്ചെടുക്കും. സംഭവിക്കുന്നതെല്ലാം നല്ലതിന് തന്നെയാണ്.